This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കേരള സർക്കാർ കൃഷി വകുപ്പിന്റെയും ചെറുപുഴ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 2026 ലോക പരിസ്ഥിതി ദിനാചരണവും ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു. പച്ചക്കുട നിവർത്താം, ഭൂമിക്ക് തണലേകാം എന്ന സന്ദേശമുയർത്തി നടത്തിയ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ കൃഷിഭവൻ ഓഫീസർ KR ജിതിൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ നൗ ഫോർ ക്ലൈമറ്റ് എന്ന ആഹ്വാനവുമായി സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകളും നട്ടു. കൊടുക്കേണ്ടവരുമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളത് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നു. അതാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായി, ഏറ്റവും നന്നായി പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് പകരുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഈ പരിസ്ഥിതി ദിനം ആഘോഷിച്ച് നിർത്തേണ്ടതല്ല. പിന്നെയും ഓരോ ദിവസവും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടവരാണ്. അതായത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്നത് പോലെ പ്രകൃതിയെ സംരക്ഷിച്ച് സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. UN-ന്റെ നേതൃത്വത്തിൽ ഇന്ന് ലോകമെമ്പാടും പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ദിന ചർച്ച നടന്നത്, പരിസ്ഥിതി ദിന സമ്മേളനം നടന്നത്. അതിനുശേഷം 1973 ആദ്യത്തെ മുദ്രാവാക്യം ലോകത്തിന് പ്രദർശിപ്പിച്ചുകൊണ്ട് അന്നത്തെ 1973 സന്ദേശം ഒരേ ഒരു ഭൂമിക്ക് വേണ്ടി എന്ന് വെള്ളി മണ്ണർത്ത് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് അതിനുശേഷം അരനൂറ്റാണ്ട് പിന്നിട്ടു ജൂൺ 5 പരിസ്ഥിതി ദിനം ലോകം മുഴുവൻ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോരോ രാജ്യങ്ങളിൽ പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് 2018 രണ്ട് തവണ, 2018 2022 ഉൾപ്പെടെ 2 തവണ ഈ രാജ്യത്ത് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് നമുക്കറിയാം. ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്നത് വൃത്തിയുള്ള ഗ്രാമം, അതുപോലെ തന്നെ ഏറെ ശുദ്ധമുള്ള ഒരു അന്തരീക്ഷം എന്നതാണ്. നമുക്കറിയാം, വൃത്തിയുള്ള ഗ്രാമം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വിദ്യാലയങ്ങളും എല്ലാം വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ നാട് വൃത്തിയുള്ളതായിരിക്കണം. ഈ അവസരത്തിൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരാണോ എന്ന് നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് മുൻപേ ജീവിച്ചു പോയവര് അവര് അന്നത്തെ ആ ഒരു സാഹചര്യത്തില് നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷവും ഒക്കെ തന്നതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ശുദ്ധവായുവും കുടിവെള്ളവും ഒക്കെ, നല്ല ശുദ്ധമുള്ള കുടിവെള്ളവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നാമും വരും തലമുറയ്ക്ക് വേണ്ടി അതിന് കടപ്പെട്ടിരിക്കുന്നു. നാമും അതിന് വരും തലമുറയ്ക്ക് വേണ്ടി അതിന് നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ഈ ദിവസം 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, നമ്മൾ പ്ലാസ്റ്റിക് വിമുക്തരാകണം. നമ്മുടെ വിദ്യാലയവും വീടും പരിസരങ്ങളും ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ അതിൽ നിന്ന് നമ്മൾ വിമുക്തരാകണം. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഗ്രാമപഞ്ചായത്തുകൾ വഴി ഹരിതകർമ്മസേനകൾ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒക്കെ കടന്നു വരുന്നുണ്ട്. നമ്മൾക്ക് ജൈവ മാലിന്യങ്ങൾ അവരെ ഏൽപ്പിക്കാം. ജൈവ മാലിന്യങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കാം. അതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഞാൻ ഓരോ സ്കൂളുകളിൽ കയറി ചെയ്യുന്ന സമയത്ത് സ്കൂളിലേക്ക് അതിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ
നമുക്ക് മനസ്സിലാവും അവിടെയുള്ള അന്തരീക്ഷം എങ്ങനെയാണ്, അവിടെയുള്ള കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാണ്. നിങ്ങൾ ആരും മിഠായി വാങ്ങിയിട്ട് മിഠായി കടലാസ് ഈ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കാറില്ലല്ലോ, ഇല്ലല്ലോ. നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ ഇവിടുത്തെ രക്ഷിതാക്കളും അതുപോലെ തന്നെ ടീച്ചേഴ്സും തരുന്നതുകൊണ്ടല്ലേ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അത് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ടീച്ചേഴ്സിനെ അനുസരിക്കുന്നത് കൊണ്ടല്ലേ. അടി കൊടുത്തു. 9ാം ക്ലാസ് 8ാം ക്ലാസ് തല്ലി എന്നല്ല ഞാൻ പറഞ്ഞത്. 9 8നെ തല്ലി. 8 തിരിച്ചെല്ലാം പറ്റാത്തത് കൊണ്ട് 8 7 കൊടുത്തു, 7 6 കൊടുത്തു. അങ്ങനെ തല്ലി അവസാനം 1ന്റെ ചാൻസ് ആയി. 1 ആരും തല്ലും, 0 0. പക്ഷെ 1 0 പറഞ്ഞു, 1 0 പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം തല്ലുന്നത്. അതുകൊണ്ട് എന്റെ അടുത്തേക്കൊന്ന് നിൽക്കുമോ? അടുത്തേക്ക് നിന്നപ്പോ അത് 10 മാറി. അത് 10 മാറി. ഇത് എന്റെ കഥയല്ല, ശ്രീ സത്യനന്ദിക്കാട് പറഞ്ഞൊരു കഥയാണ്. ഇത് പരിസ്ഥിതി ദിനമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ പ്രപഞ്ചത്തെ സ്ഥിരം തല്ലുന്നവരാണ്. 3 മലിനീകരണത്തെ കുറിച്ച് ഇപ്പൊ സാറിനോട് സൂചിപ്പിച്ചു. ഇത് ഓരോ തല്ലുമാണ്, തിരിച്ച് തല്ലില്ല പെട്ടെന്നൊന്നും. പക്ഷേ സഹിക്കാൻ വയ്യാത്തതുപോലെ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുമ്പോ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.